നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനായി ഒരുങ്ങുകയാണ്. എല്ലാ വർഷവും ജനുവരി 26-ന് സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കപ്പെടുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി അംഗീകരിക്കപ്പെടുന്നത്. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ, സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തൽ ചടങ്ങുകൾ എന്നിവയിലൂടെ രാജ്യമെമ്പാടും വളരെ ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഈ ദിനം കേരളത്തെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷം കൂടിയാണ് തരുന്നത്. പെൺകരുത്തിന്റെ നേർചിത്രമാകാൻ ഒരുങ്ങുന്ന 75ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിലെ സ്ത്രീ ശക്തിയും പ്രകടമാകും. റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനത്തെ 12 നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരാണ് പങ്കെടുക്കുക. നാരീശക്തി, റാണി ലക്ഷ്മിബായി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് NSS കർത്തവ്യ പഥിൽ പരേഡ് നടത്തുക. വിവിധ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്നായി 40 ലക്ഷം NSS വോളണ്ടിയർമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 200 പേരെയാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. നന്ദിത പ്രദീപ് ബസേലിയസ് കോളേജ് കോട്ടയം, S വൈഷ്ണവി ഗവൺമെന്റ് കോളേജ് കോട്ടയം, ലിയോണ മരിയ ജോയ്സൺ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കളമശ്ശേരി എറണാകുളം, കാതറിൻ പോൾ മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് അങ്കമാലി, ആൻസി സ്റ്റാൻസ്ലാസ് സെന്റ് സേവിയേഴ്സ് കോളേജ് തുമ്പ, S വൈഷ്ണവി ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ വഴുതക്കാട്, മരിയ റോസ് തോമസ് SN കോളേജ് ചേർത്തല, നിയത R ശങ്കർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര പഴയന്നൂർ, S ശ്രീലക്ഷ്മി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, അപർണദാസ് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കാലടി, KV അമൃത പ്രൊവിഡൻസ് വിമൻസ് കോളേജ് കോഴിക്കോട്, മാളവിക സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി, പാല അൽഫോൺസ കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിബിമോൾ സെബാസ്റ്റ്യനാണ് കേരള സംഘത്തെ നയിക്കുന്നത്. കൂടാതെ മറ്റൊരു ആളുകൾ കൂടെ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. 52ാം വയസ്സിലും കപ്പയും കഞ്ഞിയും വെച്ച് നാട്ടുകാർക്ക് സ്നേഹത്തോടെ വിളമ്പി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന കൊള്ളിത്തോട് കദിയയും ഭർത്താവ് റഷീദും ഇനി ഡൽഹിയിലേക്ക് തിരിക്കും. റിപ്പബ്ലിക് ദിനാഘോഷം കാണാൻ, പ്രധാനമന്ത്രിയെ കാണാനും ഇവർക്ക് അവസരമുണ്ടാകും. ഇതിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിവർ. പ്രധാനമന്ത്രി സ്വനിധിയിൽ നിന്ന് വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടച്ചവരിൽ നിന്ന് തെരഞ്ഞെടുത്തവർക്കാണ് സംസ്ഥാനത്ത് നിന്ന് റിപ്പബ്ലിക് ദിനാഘോഷം കാണാനും പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും അവസരമൊരുക്കുന്നത്. PM സ്വനിധി പദ്ധതി പ്രകാരം തെരുവ് കച്ചവടക്കാർക്ക് അനുവദിക്കുന്ന സൂക്ഷ്മ വായ്പയെടുത്ത് 3 തവണയും കൃത്യമായി തിരിച്ചടവ് നടത്തി ഉപജീവനം തേടുന്ന വനിതകൾക്കാണ് മുൻഗണന. മഞ്ചേരി നഗരസഭ കുടുംബശ്രീ മുഖേനയാണ് കദിയെ ശുപാർശ ചെയ്തത്. ഡൽഹിക്ക് ക്ഷണം കിട്ടിയത് അറിഞ്ഞതോടെ നാട്ടിലും തട്ടുകടയിലും വരുന്നവർക്കിടയിലും കദിയ ഇപ്പോൾ താരമാണ്. ദൈവത്തിന് സ്തുതി, ജീവിതത്തിൽ ഇതിൽ കൂടുതൽ അംഗീകാരം കിട്ടാനില്ലെന്നാണ് കദിയയ്ക്കും ഭർത്താവിനും പറയാനുള്ളത്. ഡൽഹിയിൽ പോകണം, മോദിയെ കാണണം, ഈ സന്തോഷം ലോകത്തോട് വിളിച്ചു പറയണമെന്നാണ് അവർ പറയുന്നത്.